സർക്കാരിന്റെ ഫണ്ടെടുത്ത് അത് MLA ഫണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ പേരും വീട്ടുകാരും എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സർക്കാരിന്റെ ഫണ്ട് എടുത്ത് ചെലവാക്കുമ്പോൾ അത് MLA ഫണ്ടാണെന്ന് പറഞ്ഞ് പേരും വീട്ടുപേരും എഴുതി വെക്കരുതെന്നും 3/4 ചങ്കല നീളമുള്ള റോഡ് ടാർ ചെയ്ത ശേഷം ചെണ്ടകുട്ടി പോയി പേരെഴുതി ഒട്ടിച്ചു വെക്കുന്ന നാണം കെട്ട പണിക്ക് തന്നെ കിട്ടില്ല എന്നും അതിനാൽ തന്നെ MLA ഫണ്ട് അനുവദിക്കുമ്പോൾ തന്റെ പേര് എഴുതി വെക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പൂഞ്ഞാർ MLA MJ സെബാസ്റ്റ്യൻ 5000 രൂപ സബ്സിഡി തരിക, എന്നിട്ട് ഒരു 3/4 നീളത്തിലുള്ള റോഡ് ടാർ ചെയ്ത് വെച്ചിട്ട് ചെണ്ട മേടിച്ച് കൊട്ടിക്കൊണ്ടിട്ട് പേരെല്ലാം എഴുതി ഒട്ടിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒരു പണി MLA ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ MLA ഫണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദയവീത് എന്റെ പേര് അതിൽ എഴുതി വെച്ചേക്കല്ലേ. സർക്കാരിന്റെ ഫണ്ടെടുത്ത് അത് MLA ഫണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ പേരും വീട്ടുകാരും എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആർ ശങ്കർ മെമ്മോറിയൽ UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ MLA സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുന്നതിനുള്ള വിയോജിപ്പ് MLA പരസ്യമാക്കിയത്. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ അത് നിർവഹിക്കുക എന്നത് തന്റെ ഡ്യൂട്ടിയാണെന്നും കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാതെ എന്നതാണ് തന്റെ നയമെന്നും MJ സെബാസ്റ്റ്യൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ പല അഴകിയ രാവണന്മാർക്കും മുഖത്തേറ്റ അടിയായി MLA നിലപാട്. മലയാളം ടെലിവിഷൻ, കോട്ടയം. ഷൈനെക്സ് ഷൈനെക്സ് ആവുമ്പോ നമ്മൾ മുടക്കിയ കാശിനുള്ള വാല്യൂം കിട്ടും. അപ്പൊ എങ്ങനെയാ ബാക്കി അലക്കല്ലേ?